ഈ കൊടുംചൂടിൽ ഒരു ഐസ്ക്രീം കിട്ടിയാൽ ആരാ കുടിക്കാത്തത്? ഈ വേനൽക്കാലത്ത് നല്ല പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് നിറക്കൂട്ട് വ്ളോഗ്സ് എന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഗ്യാസ് പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ല പഴുത്ത മാംഗോയാണ് ആവശ്യം. ഞാനിവിടെ 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണെല്ലാം. മാങ്ങയുടെ തോട് മാറ്റിയിട്ട് നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയും എടുക്കാം. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ച് എല്ലാം തോടിൽ നിന്നും ഇളക്കിയെടുക്കുകയാണ് ചെയ്തത്. എല്ലാ മാങ്ങയുടെ തോട് മാറ്റിയ ശേഷം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാംഗോ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ സഹായത്തിന് മക്കളും കൂടെയുണ്ട്. ബൗളിലുള്ള മാങ്ങയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം പാലാണ്. 1 ഗ്ലാസോളം പാലാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഇനി അടുത്ത ഐറ്റം മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ചേർക്കുന്നുണ്ട്. അതിൽ നിന്നും അടിച്ചു മാറ്റാനായിട്ടും ഇവിടെ ആളുണ്ട്. അടുത്തതായിട്ട് 1/2 ബൗൾ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരത്തിൻ്റെ പാകം അനുസരിച്ച് പഞ്ചസാര കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കട്ടിയുള്ളൊരു ബാറ്റർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി ലൂസാക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പാല് ചേർക്കാം. നമ്മളിവിടെ 2 തരത്തിലുള്ള ഐസ്ക്രീമിനായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് ബൗളിലേക്ക് അടിച്ചെടുത്തതിൻ്റെ പകുതിയോളം ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഐസ്ക്രീം ബാറ്റർ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് മാംഗോ ബാർ തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. മാംഗോ ബാർ തയ്യാറാക്കുന്നതിനായിട്ട് ഓരോരോ കോണിലേക്കായിട്ട് ഈ ഒരു ബാറ്റർ വീത്തി കൊടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എല്ലാ മോൾഡിലും ഇത് നിറച്ച ശേഷം അതിന് മുകളിലായിട്ട് അതിനുള്ള അടപ്പ് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടപ്പോട് കൂടിയ സ്റ്റിക്കാണ് നമ്മൾ ഇതിൽ വയ്ക്കുന്നത്. അടപ്പോട് കൂടിയ സ്റ്റിക്ക് കൂടെ വെച്ച് എല്ലാ മാംഗോ ബാറുകളും തയ്യാറാക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാവുന്നതാണ്. 6 മാംഗോ ബാറുകൾ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രീസ് ചെയ്തുകൂടെ എടുത്താൽ മാത്രം മതിയാവും. ബൗളിലുള്ള ഐസ്ക്രീം ബാറ്ററിലേക്ക് ഒരു അടപ്പ് കൂടി ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക. 6 മണിക്കൂർ ഞാൻ ഫ്രീസറിനുള്ളിൽ വെച്ച ശേഷമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ബൗളിലെ ഐസ്ക്രീം നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. സ്കൂപ്പ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടുണ്ട് സ്പൂണ്. എന്നാൽ മാത്രമേ ഒന്ന് വിട്ട് വരികയുള്ളൂ. ഓരോ സ്കൂപ്പ് എടുത്ത ശേഷം വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം അടുത്ത സ്കൂപ്പ് കോരിയെടുക്കുക. മക്കൾ 2 പേരും 2 വശത്തായിട്ട് ഐസ്ക്രീം കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 സ്കൂപ്പ് ഇവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഐസ്ക്രീം നല്ല ടെക്സ്ചറിലാണ് ലഭിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റിയും എമ്മിയുമായിട്ടുള്ള ഐസ്ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി കുറച്ച് നമുക്ക് അലങ്കോലപ്പണികളൂടെ ചെയ്താലോ? ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഐസ്ക്രീമിന് മുകളിലായിട്ട് ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഫ്രൂട്ടി കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചുവപ്പും പച്ചയും ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞ ഐസ്ക്രീം ആയതുകൊണ്ട് മഞ്ഞ ഫ്രൂട്ടി ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഐസ്ക്രീം നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിക്കാവുന്നതാണ്. നമ്മുടെ മാംഗോ ബാർ കൂടി സെറ്റാകുമെന്ന് നോക്കണേ നമുക്ക്. അപ്പോൾ അടുത്ത മാംഗോ ബാറിലേക്ക് കിടക്കാം. മാംഗോ ബാർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് കഴിക്കാനായിട്ട് 2 മക്കളും 2 വശത്തായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ബാറും മാംഗോ ഐസ്ക്രീമും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.